ഗൈസ്, വൈറ്റി ട്രയലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ സൈക്ലിംഗ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൈക്കിളിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമാക്കുകയാണ്, എല്ലാത്തിനും കൂടെ ഉള്ള ഒരു ചാനലാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കുക്കിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പാൽപ്പായസമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാൽപ്പായസം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന കാര്യമല്ലേന്ന്. ഇത് സാധാ പാൽപ്പായസം അല്ല, കുറച്ച് വ്യത്യസ്തമായി നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കുടിക്കുന്ന പായസത്തിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ. ആ ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇത് ഫസ്റ്റത്തെ കുക്കിംഗ് ആണ് കേട്ടോ, ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ കുക്കിംഗ് വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല, അപ്പോൾ ഇത് ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു അടിപൊളി പാൽപ്പായസം തന്നെയാണ് ഇത്. എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ 3 സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ടേസ്റ്റിന്റെ കാര്യം പറയേ വേണ്ട, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനമാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഉണക്കലരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അടുത്തായിട്ട് ഞാൻ ഇവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, 1 ലിറ്റർ തികച്ചും പാലെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ കാണുന്ന ഈ 3 സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഉണക്കലരി, പായസത്തിനായിട്ടുള്ള ഉണക്കലരിയാണിത്. അപ്പൊ ഈ ഉണക്കലരിയിൽ തന്നെ നിങ്ങൾ പായസം തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഉണക്കലരിയിൽ നമ്മൾ പായസം തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഈ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ആദ്യം നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കഴുകിയെടുക്കണം എന്ന് പറയുന്നത്. നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലിലേക്ക് 1/2 കപ്പ് ഉണക്കലരി എന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉണക്കലരി എടുക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തുടങ്ങാം. ആദ്യം ഗ്യാസ് കത്തിച്ച് നമുക്ക് ഉരുളി വെച്ച് കൊടുക്കാം. നമ്മൾ ഉരുളിയിലാണ് ഈ പായസം റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. ഉരുളിയിൽ ഉണ്ടാക്കിയാലേ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഉരുളി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഞാൻ ഉരുളിയിൽ ഉണ്ടാക്കുന്നതെന്ന് മാത്രം. ഈ ഉരുളി നന്നായിട്ട് ചൂടാവട്ടെ. ഉരുളി ചൂടായതിനു ശേഷം നമുക്ക് പാലൊഴിക്കാം. ഈ ഉരുളിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കില്ല പായസം, നമുക്ക് അടിയിൽ പിടിക്കുന്ന ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. നമ്മൾ സ്റ്റീലിന്റെ പാത്രം എടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ശുദ്ധമായ പശുവിൻ പാലാണ്. പശുവിൻ പാൽ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പാക്കറ്റ് പാലായാലും മതി. ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇനി നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പായസത്തിലിടുന്ന സ്പൂണായാലും എന്തായാലും നമ്മളത് കറക്റ്റായിട്ട് നല്ല രീതിക്ക് വാഷ് ചെയ്ത് തന്നെ എടുക്കുക. കാരണം അതിൽ നമ്മളെ കറിയുടെ അംശമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിക്കരുത്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട്. ഈ സമയത്ത് നമ്മൾ ഒരു സ്റ്റീൽ ഗ്ലാസ് നിറയെ വെള്ളം ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആ ഒഴിച്ച സ്റ്റീൽ ഗ്ലാസ് നിറയുള്ള വെള്ളമൊക്കെ വറ്റി വരണം. ഇപ്പം നിങ്ങൾ പാലിൻ്റെ അളവ് ശ്രദ്ധിക്കുക. ഈ അളവ് വറ്റി, ആ ഗ്ലാസ്സിൽ ഒഴിച്ച വെള്ളം വറ്റി കഴിഞ്ഞിട്ടേ നമ്മൾ അരി ചേർക്കാൻ പാടുള്ളൂ. അതുവരെ ആ വെള്ളം വറ്റുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ് നിറച്ച് നമ്മൾ വെള്ളം ഒഴിച്ച ആ വെള്ളമൊക്കെ നമ്മൾ വറ്റിച്ചിട്ടുണ്ട്. ഇനി വറ്റണ്ട. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 കപ്പ്, 1 ലിറ്റർ പാലിന് 1/2 കപ്പ് ഉണക്കലരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ, വേവിക്കാതെ തന്നെ നമ്മൾ ഡയറക്റ്റ് ഈ പാലിലേക്ക് ചേർത്തിട്ട് പാലിൽ നിന്നാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോഴാണ് കറക്റ്റ് ആ നാച്ചുറൽ അമ്പലത്തിലൊക്കെ വാങ്ങിക്കുന്ന ആ കറക്റ്റ് പായസത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഒരിക്കലും വേവിച്ചിട്ട് അരി പാലിലേക്ക് ചേർക്കരുത്, അങ്ങനെയാണെങ്കിൽ ആ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഓർക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇതുവരെ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല. പഞ്ചസാര നമ്മൾ ചേർത്തിട്ട് ഈ അരി ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അരി ഒരിക്കലും നമുക്ക് വെന്ത് കിട്ടില്ല. ഈ അരി വെന്തിട്ട് മാത്രമേ നമ്മൾ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. ഇപ്പം ഈ ഒരു അരക്കപ്പ് മുഴുവൻ അരിയും നമ്മൾ
ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീ ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി ഈ അരി ഒന്ന് വെന്ത് വരണം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് അരി നന്നായിട്ട് വെന്ത് കിട്ടും. അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അരി നന്നായിട്ട് വെന്തെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് അരി വേവുന്ന വരെ കാത്തിരിക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് കുറുകി കണ്ടോ, അടിപൊളിയായിട്ട് അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് പായസത്തിന്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, നേരിട്ട് കാണുമ്പോൾ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അരിയും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതാ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് പഞ്ചസാര ചേർക്കേണ്ടത്. അരി വെന്തതിന് ശേഷം മാത്രം നമ്മൾ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് ചേർക്കാം, മധുരം കൂടിയാലും പ്രശ്നമാണ്. പിന്നെ നിങ്ങളിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യൊക്കെ നമ്മൾ ഇപ്പോഴേ ചേർത്ത് കൊടുക്കുക. എനിക്ക് നെയ്യ് ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. കാരണം നെയ്യ് പായസത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതിനെക്കൊണ്ട് തന്നെയാണ് ചേർക്കാത്തത്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല. അപ്പോൾ പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഓരോരുത്തരെ അത്യാവശ്യത്തിന് ഇടുക, മധുരം നോക്കിയിട്ട് ഇട്ടാൽ മതി. കൂടിപ്പോയ പ്രശ്നമാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ നല്ല പായസത്തിൻ്റെ ഒരു മണവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. കണ്ടോ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒരു 6-7 മിനിറ്റ് കൂടെ കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ സംഗതി റെഡിയാവും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് പായസം. ഇപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ, അടിപൊളി സ്മെല്ലും വാസനയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അടിപൊളി നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് നിൽക്കുന്നത്. അപ്പം അടിപൊളിയായി. ഇനി നമ്മൾ ഇത് കുറുക്കണം എന്നില്ല, നമ്മൾ തീ ഓഫ് ചെയ്യാണ്. ഇനി കുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരി മാത്രമായി പോവും, പാല് കിട്ടില്ല. അതിനെക്കൊണ്ട് തന്നെ നമ്മളിനി തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും. അപ്പോൾ നമുക്ക് ചൂടാറിയിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി പായസം. അങ്ങനെ ഗൈസ് നമ്മുടെ പായസത്തിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ കറക്റ്റ് ഒരു പിങ്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ പാൽപ്പായസം ഗ്ലാസ്സിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ പറയാം കേട്ടോ, ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. അമ്പോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറയുന്നതാണ്, കറക്റ്റായിട്ട് പറയുന്നതാണ്. നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അടിപൊളിയായിട്ടുണ്ടെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ 3 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പാല്, പഞ്ചസാര, ഉണക്കലരി, 3 സാധനങ്ങൾ വെച്ചാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞറിയിക്കണം. നെയ്യൊന്നും ചേർത്തില്ലെങ്കിലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ്, ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി പായസമാണ് ഞാൻ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റിലായിട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ കുടിച്ചിട്ട് വീണ്ടും കുടിക്കാനുള്ള ഒരവസ്ഥയാണ് ഈ പായസത്തിന് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചോദിച്ച് കുടിക്കും. അങ്ങനത്തെ ഒരു പായസമാണിത്. സംഗതി എന്തായാലും അടിപൊളിയാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പോൾ ടൈം കണ്ടോ, രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുക. അവരുണ്ടാക്കി നോക്കട്ടെ ഈ പായസം. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇനിയും കുക്കിംഗ് വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.